യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ഹല്ലേലൂയ. യേശുവേ എൻ പ്രിയനെ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. ഒരു വാക്ക് യേശുവെ, ഒരു വാക്ക് മതി എനിക്ക്. യേശുവെ എൻ പ്രിയനെ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. യേശുവെ എൻ പ്രിയനെ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. Oh my precious Lord, let me hear your sweet, calming voice, wonderful voice, soothing voice, loving voice. എനിക്ക് വേറെ ഒന്നും വേണ്ട. നത്തിങ് എൽസ് ഐ ഡിസയർ. നിന്റെ വാക്ക് മാത്രം മതി എനിക്ക്. താഴെയുണ്ട്, എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാൻ ഏറെ ഫലം നൽകാൻ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. ഒരു വാക്ക്. നമ്മളെല്ലാവരും യേശുവിൻ്റെ ആ ഒരു വാക്കിന് കാത്തിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇന്നത്തെ ചിന്ത ദൈവം തന്നത്, പരിശുദ്ധാത്മാവ് തന്ന വിഷയം, വാക്ക് തരുന്നതിന് കൂടെ ദൈവമേ ഒന്ന് അനുസരിക്കുവാൻ കൂടി എനിക്കൊരു കൃപ തരണമേ. നീ പറയുന്നത് അതുപോലെ കേട്ട് അത് അനുസരിച്ച് ദൈവമേ ഒന്ന് നടക്കുവാൻ നീ എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ ഒന്ന് സഹായിക്കാമോ? ദൈവത്തെ നമ്മളെല്ലാം മാനിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് മാനിക്കുന്നവരുണ്ടോ? ദൈവം പറയുന്നത് മാനിക്കുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ കാര്യമാണ് ദൈവസ്വരം കേൾക്കുന്നത്. ദൈവസ്വരം കേൾക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ പഠിച്ച ഒരു വലിയൊരു കാര്യമാണ്, ദൈവം സംസാരിക്കുമ്പോൾ ദൈവം ഓരോ നിലയിലും, ഓരോ സ്റ്റെപ്പുകളിലും, ഓരോ ഫേസിലും നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യുവാനോ അത് അനുസരിക്കുവാനോ താല്പര്യമില്ലാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയും ചാലഞ്ചിങ് മൂമെന്റ്സ് ആണ്. നമ്മുടെ എബ്രഹാമിന്റെ കഥ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതം എടുക്കുകയാണെങ്കിൽ, എബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാമെ നീ ഈ ദേശം വിട്ടു പോകണം, നിന്റെ ചാർച്ചക്കാരെ വിട്ടു പോകണം, നിന്റെ കുടുംബത്തെ വിട്ടു പോകണം, നീ പോകണം എബ്രഹാമെ. എന്താന്ന് വെച്ചാൽ നിന്നെ വിളിച്ചത് വേറൊരു ലെവലില, നീ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. പക്ഷെ എബ്രഹാം പോയി. എബ്രഹാം പകുതി അനുസരിച്ചു. എബ്രഹാം പോയെങ്കിലും എബ്രഹാം എല്ലാവരും വിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ പരിപൂർണമായി അനുസരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം 1 ശമൂവേലിന്റെ 3-ാമത്തെ അധ്യായമാണ്. 1 ശമൂവേലിന്റെ 3-ാമത്തെ അധ്യായം ഒരു പരിചിതമായ ഭാഗമാണ്. ശമൂവേൽ എന്ന ബാലൻ. ഈ ശമൂവേൽ എന്ന ബാലൻ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. പക്ഷെ അടുത്ത ഭാഗം പറയുന്ന, ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഒരു ദർശനമില്ലാത്ത ഒരു കാലഘട്ടം, ഒരു വചനം വചനത്തിന്റെ ക്ഷാമമായ ഒരു കാലഘട്ടം. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വചനം വളരെയധികം ദുർബലമായിരിക്കുകയാണ്. ലോകത്തിൽ എല്ലാവരും വേദപുസ്തകം എടുത്തു നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു സുവിശേഷമുണ്ട്, എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ദൈവങ്ങൾ ആചാരങ്ങളെ സൃഷ്ടിച്ചു, ആചാരങ്ങൾ വിശ്വാസത്തെ സൃഷ്ടിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. വചനപ്രകാരമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അല്ലായിരിക്കും. യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഈ ദർശനം എന്ന് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഒരു ഡീപ്പ് സബ്ജക്റ്റാ. ജീവിതത്തിൽ ദർശനം, നമ്മൾക്കൊരു വിഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. മൈ പീപ്പിൾ പെരിഷ് ബിക്കോസ് ദേ ലാക്ക് വിഷൻ എന്ന് പറയുന്നുണ്ട് വചനത്തില്.
ദൈവവചനം ഇല്ലാത്ത ഒരു കാലഘട്ടം, ദുർബലമായിരിക്കുന്ന ഒരു കാലഘട്ടം, ദർശനം ഏറെ ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ യഹോവയുടെ വചനം ഒരിടത്ത് വരികയാണ്. ശമൂവേൽ ശമൂവേൽ എന്ന ബാലനായ ഒരു പൈതലിനോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ആ ബാലനെ നിയമിച്ചതെന്ന്, അല്ലെങ്കിൽ ബാലനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ചിലപ്പം നല്ലപോലെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന അച്ചായന്മാരെ ദൈവസ്വരം കേൾക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ആയതുകൊണ്ടാണോ? ആ കാലത്ത് ആത്മീകമായി ഇരുട്ടായിരുന്ന ഒരു കാലമായിരുന്നു. യഹോവയുടെ വചനം അപൂർവം, അതുപോലെ തന്നെ ലീഡർഷിപ്പ് അങ്ങ് കറപ്റ്റായിരിക്കുന്ന കാലഘട്ടം, ജനങ്ങൾ അങ്ങ് വഴിതെറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വല്ലാത്ത ഒരു നിമിഷമാണ്, ഒരു കാലഘട്ടമാണ്. ഇന്ന് ഞാൻ നോക്കട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ ഉസിയ രാജാവ് മരിച്ചു എന്ന് 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അടുത്ത വാക്ക് പറയുന്നത് ഐസയ സോ വിഷൻ. യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം ദൈവം കൊടുത്തു, ഒരു ദർശനം. ഈ ദർശനം കൊടുക്കുന്നത് ഏത് സമയത്തായിരുന്നു? അന്ന് അങ്ങ് ക്ഷാമമുള്ളതായ കാലഘട്ടം. എന്ന് വെച്ചാൽ ആ 5-ാമത്തെ അധ്യായത്തിലൊക്കെ നോക്കുമ്പം എത്ര പ്രാവശ്യമാണെന്നറിയാമോ? അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, വോ അൺ ടു മീ, വോ എന്ന് പറയുന്ന WOE 5-ാമത്തെ അധ്യായത്തിൽ ഒരു 19 പ്രാവശ്യമെങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം വരെയും 19 പ്രാവശ്യമെങ്കിലും മിനിമം പറഞ്ഞു കാണും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് പറയുന്നത്, ആ മാലാഖയോട് പറയുന്നത്, വോ അൺ ടു മീ, ഐ എം എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ്, ഐ എം എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ്. എന്റെ അധരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്ന് നമ്മൾ പറയേണ്ട കാര്യം, ദൈവമേ, നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത്, ഈ നൂറ്റാണ്ടിൽ ദൈവമേ, നിന്റെ ആ സ്വരം, യേശുവേ ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിയിടുവാൻ. ദൈവമേ, നിന്റെ സ്വരം കേട്ട് ഞാനൊന്ന് അനുസരിക്കുവാനും അത് ചെയ്യുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം സംസാരിക്കാൻ ഒരു വയസ്സ് നോക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം വയസ്സ് ഒരിക്കലും നോക്കിയിട്ടില്ല, സീനിയോറിറ്റി നോക്കിയിട്ടല്ല ദൈവം സംസാരിക്കുന്നത്. യൗവനക്കാരോട് ദൈവം സംസാരിക്കും, കുഞ്ഞുങ്ങളോട് സംസാരിക്കും, മുതിർന്നവരോട് സംസാരിക്കും. ദൈവം നോക്കുന്നത് വയസ്സല്ല, ദൈവം നോക്കുന്നത് മനോഭാവമാണ്, ദൈവം നോക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ഇരുട്ടിനിടയിലും ദൈവം സംസാരിക്കുകയാണ്. ഗോഡ് സ്പീക്സ് ഈവൻ വെൻ ടൈംസ് ആർ ഡാർക്ക്, ടൈംസ് ആർ ബ്ലീക്ക്. ക്ഷാമത്തിന്റെ ഇടയിൽ ഒന്നും സംഭവിക്കാത്ത നിലയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സ്വരം അങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരു നിമിഷം. മിസ്രയീമിന്റെ ആ അടിമത്വം കണ്ട് നമ്മുടെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ മോശ അങ്ങോട്ട് ആടിനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുകയാണ്. മോസസ്, ഐ ഹാവ് സീൻ ദ മിസറി ഓഫ് മൈ പീപ്പിൾ, ഐ ഹാവ് ഹേർഡ് ദെയർ ക്രൈ. ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മോശയെ, ഞാൻ ഇറങ്ങി വന്ന് ഇന്ന് മിസ്രയീമിൽ നടക്കുന്ന ആ കാര്യങ്ങൾക്കൊരു വ്യത്യാസം കൊണ്ടുവന്ന് എന്റെ ജനങ്ങളെ ഞാൻ അവിടെ നിന്ന് വിടുവിച്ച് ഒരു തേനും പാലും ഒഴുകുന്ന ആ ദേശത്തോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വചനം ദുർബലമായിരിക്കുന്ന ഒരു സമയം, ദർശനം ഏറെ ഇല്ലായിരുന്ന സമയം. ആ കാലത്ത് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. പ്രായമായതുകൊണ്ടായിരിക്കും മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ആ ദിവസങ്ങളിൽ യഹോവയുടെ വചനം അപൂർവമായിരുന്നു. വളരെ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് റെയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ജനങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അതുകൊണ്ടല്ല ദൈവം സംസാരിക്കാത്തത്. വചനം അപൂർവമായത് അതുകൊണ്ടല്ല. ദിസ് ഡസന്റ് മീൻ ദാറ്റ് ഗോഡ് ഹാസ് നത്തിങ് ടു സേ. അതിന്റെ കാരണം ഇന്ന് ജനങ്ങൾ ദൈവസ്വരം കേൾക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് നമ്മുടെ ആലയത്തിൽ പോകുമ്പം എത്ര ജനങ്ങൾ ദൈവസ്വരം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത്, യേശുവേ ഒരു വാക്ക് മതി. ഞാൻ ഒരു ആലയത്തിലോട്ട് പോകുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണോ?
അതോ ഒരു ഞായറാഴ്ച ദിവസം പള്ളി പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാസ്റ്ററിന് ഒരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് കാണാൻ പറ്റത്തില്ല? ഇതൊക്കെയാണോ നമ്മുടെ താല്പര്യം? അതോ ദൈവമേ ഇന്ന് നീ എന്നോട് സംസാരിക്കണമേ എന്ന് നമ്മൾ സംസാരിക്കണം? ഞാനൊരു ഡിവോഷൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നു, യോണിങ് ആൻഡ് സ്നോറിങ് ഇൻ ദ ചർച്ച് എന്ന്. യോണിങ് ആൻഡ് സ്നോറിങ് ഇൻ ദ ചർച്ച്. അതിൻ്റെ ആ ഡിവോഷനിൽ ഞാൻ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വളരെ അധികം ജനങ്ങള് ഇന്ന് ചർച്ചസിൽ പോയിട്ട് സ്നോർ ചെയ്യുകയാണ്. സോറിങ് ഇൻ ദ സ്പിരിറ്റിന് പകരം സോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ തലേ ദിവസം തൊട്ട് ദൈവസന്നിധിയിലോട്ട് പോകുവാൻ താല്പര്യപ്പെട്ട് ആകാംക്ഷയോടെ പോകുമ്പം നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവദാസനോട് ഒരു വ്യക്തി ചോദിച്ചു, താങ്കൾ എത്ര സമയം ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കുമെന്ന്? താങ്കൾ എത്ര സമയം ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കുമെന്ന്? ആ വ്യക്തി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, മൈ ഹോൾ ലൈഫ്, എൻ്റെ പരിപൂർണമായ ജീവിതം ഞാൻ ആ പ്രസംഗത്തിൽ വിനിയോഗിക്കുമെന്ന്. അപ്പൊ പിന്നെയും ആ വ്യക്തി ചോദിച്ചു, ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ടു പ്രിപ്പയർ എ സെർമൺ? അവൻ പറഞ്ഞു, മൈ ഹോൾ ലൈഫ്. അവസാനം ആ വ്യക്തി പറഞ്ഞു, ഐ തിങ്ക് യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലായില്ല ഞാൻ എന്താണ് ചോദിച്ചതെന്ന്. ദേവദാസൻ പറഞ്ഞു, നീ ചോദിച്ചത് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞത് ജീവിതം ഒരു പ്രസംഗമായിരിക്കണം. പ്രസംഗം ഒരു വേദിയിൽ പോയി പ്രസംഗിക്കുന്നതല്ല പ്രസംഗം. ജീവിതം ഒരു പ്രസംഗമായിരിക്കണം. ഞാൻ ജീവിക്കാത്ത ഒരു ജീവിതം അത് പ്രസംഗിക്കുന്നത് ഒരു തിയോളജി ആയി പോകും, അതൊരു പ്രസംഗമായി പോകും. ഹല്ലേലൂയ. ദൈവസ്വരം എന്ത് നല്ല സ്വരമാണെന്നറിയാമോ? ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. പക്ഷെ ദൈവം സംസാരിക്കുമ്പോൾ വളരെ അധികം ടഫ് അസൈൻമെന്റ്സ് ആണ് ദൈവം നമ്മൾക്ക് തരുന്നത്. ഒരു ദിവസം എന്നോട് ദൈവം സംസാരിച്ചു, ഞാൻ കാനഡയിലോട്ട് പോകണമെന്ന്. ഭയങ്കര പ്രൊഫറ്റിക് ഡ്രീം ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇമിഗ്രേറ്റ് ചെയ്യണമെന്നോ കാനഡയിൽ പോകണമെന്നോ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഞാൻ തീരുമാനിച്ചു. എന്താന്ന് വെച്ചാൽ അതൊരു പ്രൊഫറ്റിക് ഡ്രീം ആയിരുന്നു. ഒരു 1.5 മാസത്തിനകം ഒത്തിരി കാര്യങ്ങൾ കണ്ടത്, ആ സ്വപ്നത്തിൽ കണ്ടത് ഒത്തിരി കാര്യങ്ങൾ നടന്നതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഇത് ദൈവം കാണിച്ച സ്വപ്നമാണെന്ന്. അങ്ങനെ ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. 2012 ഞങ്ങള് എല്ലാം വിട്ട്, ജോലിയെല്ലാം വിട്ട്, എല്ലാം ബിസിനസ്സും എല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വരണം. അത്ര ഈസി അല്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ ഓഫീസ് ഒരു പള്ളിയായിരുന്നു, ഒരു ആലയമായിരുന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിനകത്ത് ഇഷ്ടംപോലെ ജനങ്ങൾ വന്ന് സുവിശേഷം കേട്ടിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ എത്രയോ ജനങ്ങള് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ എത്രയോ ജനങ്ങള് പ്രവചനം കേട്ടിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ എത്രയോ ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിവോഴ്സ് വരെയും ഫയൽ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഡിവോഴ്സ് സംഭവിക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. ഒന്നല്ല, ഇഷ്ടംപോലെ കഥകൾ, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അവരോടൊക്കെ ഇടപെടുവാൻ എനിക്ക് ദൈവം തന്ന ഒരു അവസരമായിരുന്നു. അത് വിട്ടിട്ട്, ആ ഓഫീസ് വിട്ടിട്ട് പോകുവാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, ജാനുവരി 2012, ദൈവമേ നീ പറഞ്ഞതാണെങ്കിലും പോകാൻ ഇല്ല, പ്രയാസമാ. ദൈവം പറഞ്ഞു, നീ പോയേ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ പോകും, എന്ത് ചെയ്യും? ഇവിടെ വന്നപ്പോൾ ഇമിഗ്രേഷൻ വരെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഓഗസ്റ്റ് 2012 ഞാൻ ജോലിയൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പണമൊന്നുമില്ല കയ്യിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പണത്തിനല്ല പ്രാർത്ഥിച്ചത്, ജോലിക്കല്ല പ്രാർത്ഥിച്ചത്. എൻ്റെ ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണമേന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം 15 ഓഗസ്റ്റ് 2012 എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഞാൻ ഞെട്ടിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ശബ്ദം, ഞാൻ പറഞ്ഞതാ. ഇതെന്തൊരു പറച്ചിലായത്? ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞതാ. ദൈവം ആ പറഞ്ഞത് ശരിയാക്കി. എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. കംപ്ലീറ്റ് എൻ്റെ കാൽക്കുലേഷൻസ് തെറ്റി. എന്താന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ എൻ്റെ കാൽക്കുലേഷനേക്കാളും നല്ല കാൽക്കുലേഷൻ ആയിരുന്നു. ജീവിതം പരിപൂർണമായി മാറ്റി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് അനുസരിക്കുന്നത് ഈസി ആയിരുന്നോ? അല്ലായിരുന്നു. അത് പറയുന്നത് കേൾക്കുവാൻ അത്ര ഈസി ആയിരുന്നോ? അല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുമ്പോൾ, യേശുവേ ഒരു വാക്ക് മതി,
എൻ ജീവിതം മാറിടുവാൻ. ആ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക്, യേശുവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ അനുസരിക്കുമ്പോൾ അതിനുള്ളതായ അനുഗ്രഹമുണ്ട്. ഒരു കണ്ണുപൊട്ടനോട് യേശു പറയുകയാണ്, നീ പോയി ശിലോമിൽ പോയി കണ്ണ് ഒന്ന് കഴുകണം കേട്ടോ. അവന് ചോദിക്കാൻ പറ്റും, ഞാൻ എന്തിനാ പോകേണ്ട ആവശ്യം? ഇവിടെ തന്നെ അങ്ങ് ചെയ്താൽ പോരായോ? ഇവിടെ തന്നെ അങ്ങ് ചെയ്താൽ പോരായോ? ഒരു കുഷ്ഠരോഗിയായിരുന്ന നയമാനോട് പറയുകയാണ്, ജോർഡൻ റിവറിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങണമെന്ന്. അവൻ ഇത്ര വലിയ പദവിയിലിരിക്കുന്ന വ്യക്തി അതിശയിച്ചു പോയി. ഇതെന്തുവായത്? ഈ വെള്ളത്തിന് എന്തോ മഹത്വം. ഹല്ലേലൂയ. മിസ്രയീമിൽ ഇരിക്കുമ്പോൾ മിസ്രയീമിലെ ഫറവോന്റെ കംപ്ലീറ്റ് സൈന്യങ്ങൾ ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോൾ, മുമ്പിൽ ചെങ്കടലായിരിക്കുന്ന സമയത്ത് ദൈവം മോശയോട് പറയുകയാണ്, വടിയെടുക്ക്, ഒക്കെ വടിയെടുത്ത് ലിഫ്റ്റ് അപ്പ് യുവർ റോഡ്. അത്ര ഈസി അല്ല. മുമ്പിൽ പുറകിൽ സൈന്യങ്ങളുള്ളപ്പം, മുമ്പിൽ ചെങ്കടലുള്ളപ്പം ഈ വടിയും കൊണ്ട് എന്തോ ചെയ്യാനാ? നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും ജനങ്ങളുണ്ട്, എല്ലാവരോടും പറയാൻ വേണമെങ്കിൽ പോയി അടിച്ച് ശരിയാക്കടാ. ഞാൻ പറയട്ടെ, ദൈവം പറയുന്നതിൻ്റെ ഒരു ലോജിക്കും ഒരിക്കലും കറക്റ്റ് അല്ല. പക്ഷെ ദൈവത്തിൻ്റെ ലോജിക്ക് നമ്മുടെ ലോജിക്കല്ല, അതിനേക്കാളും ഭയങ്കരമായ ഡീപ്പർ ലോജിക്കാണ്. ദൈവം നോക്കുന്നത് ലോജിക്കല്ല, ദൈവം നോക്കുന്നത് ബുദ്ധിയല്ല. ദൈവം നോക്കുന്നത് യാഥാർത്ഥമായിട്ട് നമ്മുടെ സമർപ്പണം, നമ്മുടെ പരിപൂർണ സമർപ്പണം, നമ്മുടെ പരിപൂർണ ആശ്രയം, നമ്മുടെ പരിപൂർണ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. എൻ്റെ അവസ്ഥകളെ മാറ്റിടുവാൻ, എന്നിൽ രൂപാന്തരം കൊണ്ടുവരുവാൻ, ദൈവമേ നിന്റെ ആ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വരട്ടെ, ശമൂവേൽ എന്ന ബാലനോട് നമുക്കറിയാവുന്ന ഭാഗമാണ്. ശമൂവേൽ എന്ന ബാലനോട് ദൈവം സംസാരിക്കുകയാണ്. 3 പ്രാവശ്യം പറഞ്ഞു, ശമൂവേലിന് മനസ്സിലായില്ല. ഏലി പുരോഹിതന്റെ അടുത്ത് പോയി. ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാനല്ല വിളിച്ചത്. അവസാനം ഏലി പുരോഹിതൻ പറഞ്ഞു, ഇനിയും ഒന്ന് വിളിച്ചാ പറഞ്ഞോ, അത് ദൈവമാ, യഹോവയോട് പറ എന്നോട് സംസാരിക്കാൻ. ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ ശമൂവേൽ എന്ന ബാലൻ പോയി കിടന്നുറങ്ങി. ഉറങ്ങുവാൻ കിടന്നപ്പോൾ പിന്നെയും ദൈവം വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ദൈവം നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്, വീണ്ടും വീണ്ടും. ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്ത് പേഷ്യൻസ് ഉള്ള ദൈവമാ, എന്ത് പേഷ്യൻസ് ഉണ്ട് ദൈവത്തിന്. ആദ്യം വിളിച്ചു, രണ്ടാമത് വിളിച്ചു. നമ്മളാണെങ്കിൽ വിളിക്കത്തില്ല. നമ്മൾ പറയും, അവന് മനസ്സിലായില്ലയോ, പോട്ടടാ, വിട്ടേക്ക്, വേറെ വല്ലവരോടും പറയാം. അങ്ങനല്ല, ദൈവം വീണ്ടും വീണ്ടും വിളിക്കും. ദൈവത്തിന് നമ്മളോട് വളരെ സ്നേഹമാണ്. നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ പ്രശ്നമുള്ളപ്പോൾ ദൈവം നമ്മളെ ആ ഇടയ്ക്ക് വന്നിട്ട് നമ്മളോട് സംസാരിക്കും. ഞാനൊരു വളരെ പ്രയാസത്തിൽ കൂടി പോകുന്ന നിമിഷത്ത് എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന്. ഞാൻ എന്തു ചെയ്യും? ഒന്നും എനിക്കറിയത്തില്ല. വല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്തുവാ ചെയ്യേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദേവദാസനെ കണ്ടു. ആ ദേവദാസൻ എനിക്ക് തന്ന വാക്ക്, 2 Chronicles 20 അധ്യായം, ജഹോശഫത്തിന്റെ കഥ. ജഹോശഫത്തിനോട് ദൈവം പറഞ്ഞു, ബി സ്റ്റിൽ, ഞാൻ അത്ഭുതം കാണിക്കും, ഞാൻ അത്ഭുതം ചെയ്യും. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ആ ദിവസം തന്നെ പിന്നെയും ഞാൻ വേറൊരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തിയും പറഞ്ഞത് ജഹോശഫത്തിന്റെ കാര്യമായിരുന്നു. മൂന്നാമത്തത്, ഞാൻ ആ ദിവസം തന്നെ വൈകുന്നേരം ടെലിവിഷൻ ഓൺ ചെയ്തു. ഒരു പ്രസംഗം കേൾക്കുവാൻ പ്രസംഗം വിട്ടപ്പോൾ ജഹോശഫത്തിന്റെ കാര്യമായിരുന്നു. ആ പ്രസംഗത്തിൽ 3 പ്രാവശ്യം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനകം എന്നോട് ദൈവം ആ വാക്ക് തന്നെ തന്നു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആ വ്യക്തിയുടെ പുറകെ പോയില്ല. വ്യക്തി എന്നെ നശിപ്പിക്കുമെന്നും പറഞ്ഞ് പേടിച്ചുമില്ല. ഞാൻ മിണ്ടാതിരുന്നു. ഇത് 2004 കാര്യമാണ്. ഇന്ന് 2025 കഴിഞ്ഞു. ഇന്ന് വരെയും ആ വ്യക്തി ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ആ വ്യക്തിക്ക് എന്നെ നശിപ്പിക്കുവാൻ സാധിച്ചില്ല. ഹി കുഡ് നോട്ട് ഡിസ്ട്രോയ്. ദൈവസ്വരം അതാണ്. നമ്മളോട് ദൈവം സംസാരിക്കും. സാഹചര്യത്തിൽ കൂടെ സംസാരിക്കും, വ്യക്തികളിൽ കൂടെ സംസാരിക്കും, നമ്മുടെ പങ്കാളിയിൽ കൂടെ സംസാരിക്കും, സ്നേഹിതന്മാരോട് ദൈവം സംസാരിക്കും നമ്മളോട്.
ഒരുപക്ഷെ പ്രസംഗത്തിൽ കൂടെയായിരിക്കും, ദൈവവചനം വായിക്കുമ്പോഴായിരിക്കും, ഒരുപക്ഷെ സ്വപ്നത്തിലായിരിക്കും, ദർശനത്തിലായിരിക്കും. പക്ഷെ ദൈവം സംസാരിക്കും. നമ്മൾ ആത്മീയമായി വരണ്ടാലും ദൈവത്തിൻ്റെ ശബ്ദം നിശബ്ദമല്ല, നല്ല ശബ്ദം. ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കാതുകളെ തുറക്കുവാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ശമൂവേൽ എന്ന ബാലൻ ദൈവസ്വരം കേട്ടു. ദൈവം ശമൂവേലിനോട് സംസാരിച്ചു. എന്തായിരുന്നു ശമൂവേലിനോട് സംസാരിച്ചത്? എന്ന് അറിയണമെങ്കിൽ നമ്മളെ വചനത്തിൽ കൂടെ തന്നെ പോകണം. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ എടുത്തു വായിച്ചത് ഞാനെന്നറിയാമോ? ദൈവസ്വരം കേൾക്കുന്നത് ആരെക്കുറിച്ചാ ദൈവം സംസാരിച്ചത്? ശമൂവേൽ എന്ന ഈ ബാലൻ ആ ആലയത്തിൽ അല്ലെങ്കിൽ ആ പള്ളിയിൽ ആ ടെമ്പിളിൽ ഇരുന്ന് ആ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവദാസനെ കുറിച്ച് ആ ദൈവം സംസാരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഏറ്റവും കൂടുതൽ റിഗാർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും. ഏറ്റവും നല്ല ഒരു സ്നേഹിതനെ കുറിച്ചായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം മക്കളെ കുറിച്ചായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ സുപ്പീരിയറിനെ കുറിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ആ നിമിഷത്തിൽ നമുക്ക് വരുന്ന ആ റിയാക്ഷൻ എന്തായിരിക്കും? ഏലിപുരോഹിതന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. എന്റെ ഊഹം നല്ല വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു വൃദ്ധനായ ഒരു പുരോഹിതനായിരുന്നു. ആ ഒരു വൃദ്ധനായ പുരോഹിതനോട് നിന്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഈ ചെറിയ ബാലനെ എന്തുകൊണ്ട് നിയമിച്ചു? ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെ കാണുവാൻ ദൈവത്തിന് സാധിച്ചില്ലയോ? ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന പോലെ നമുക്ക് ചിരിക്കാൻ ചിലപ്പോൾ പ്രയാസമാണ്. കുഞ്ഞുങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഞാൻ എന്തിനാ ചിരിച്ചതെന്ന്. നമ്മൾ ചിരിക്കുന്നത് പകുതി ചിന്തിച്ചിട്ടാ, കൂടുതലും ചിന്തിച്ചിട്ടാ. അവസാനം എന്തോന്നറിയാമോ? നമ്മൾ ചിരിക്കത്തുമില്ല. നമ്മൾ ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഒത്തിരി ചിന്തിക്കും, ഇതെങ്ങനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യണം, അവനോട് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ച് പിന്നെ നമ്മൾ നമ്മുടെ തന്നെ ഒരു വചനം അങ്ങ് എടുക്കും. ദൈവവചനമല്ലായിരിക്കും, ദൈവവാക്കല്ലായിരിക്കും. നമ്മൾ എടുക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളായിരിക്കും. ഒരു വ്യക്തി പറഞ്ഞു, നിനക്കൊരു നല്ല പ്രവാചകനാകണമെങ്കിൽ ഐ വിൽ ഗിവ് യു എ സിമ്പിൾ പോയിന്റ്. നിനക്ക് ഒരു നല്ല പ്രവാചകനാകണമെങ്കിൽ സ്റ്റോപ്പ് യൂസിങ് ഷുഗർ കോട്ടഡ് വേർഡ്സ്. നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല സ്വീറ്റ് ഹണിയൊക്കെ ഇട്ട് നല്ല വിധത്തിൽ അങ്ങോട്ട് പ്രസന്റ് ചെയ്യുവാൻ നോക്കും. പക്ഷേ എൻ്റെ അനുഭവം അനുസരിച്ച് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ഡെലിവറി പേഴ്സൺ ആയിരിക്കണം. ഒരു കൊറിയർ നമുക്ക് കിട്ടുമ്പോൾ ആ വ്യക്തി ആ കൊറിയറിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചിട്ടല്ല അവൻ ഇങ്ങോട്ട് ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ദൈവമക്കളെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നത് അതുപോലെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു.
എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. നമുക്കൊരു പേടി, നമുക്കൊരു ഭയം, നമുക്കൊരു ഹെസിറ്റേഷൻ. ഇതൊരു നാച്ചുറൽ കാര്യമാണ്. പക്ഷേ നല്ല ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളെ, ദൈവമക്കളെയാ ദൈവം വിളിക്കുന്നത്. എൻ്റെ ഒരു നല്ല സ്നേഹിതനായ വ്യക്തി, ആ വ്യക്തി അന്യഭാഷ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തി, വിശ്വാസമുള്ള വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി. ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായ അന്ധകാരത്തിന്റെ അനുഭവം വരികയാണ്. അന്ധകാരത്തിന്റെ ശക്തി അവനെ അറ്റാക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവനോട് പറയണമെന്ന്. ഞാൻ ആ വ്യക്തിയോടത് പറഞ്ഞു, ബ്രദറെ, ഇങ്ങനെ ദൈവം എന്നോട് പറഞ്ഞെന്ന്. ഉടനെ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, that can be from the flesh. Maybe that can be from the flesh. അത് ഒരുപക്ഷെ ജഡത്തിൽ കൂടെ ആയിരിക്കും. ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പ്രശ്നത്തിൽ പോയി. ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ്. കടം മേടിച്ച് അവൻ ആ ദേശം വിട്ട് ഓടി. നമ്മുടെ മുമ്പിൽ ദൈവം തരുന്ന ആ ദർശനം അല്ലെങ്കിൽ ആ വെളിപ്പാട്, ആ കാര്യം അറിയിപ്പാൻ നമുക്ക് ശങ്കയുണ്ടോ? ഈ രാത്രിയിൽ നമുക്കൊരു ഭയമുണ്ടോ അത് പറയാന്? നമ്മളൊരു കൊറിയർ പേഴ്സൺ ആണോ? നമ്മൾ ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണോ ദൈവം തരുന്ന അതുപോലെ? അതോ നമ്മൾ ആ കവർ തുറന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അതങ്ങോട്ട് പ്രസന്റ് ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഞാനൊരു പ്രവാചകൻ എൻ്റെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു. ഒത്തിരി വ്യക്തികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ഈ പ്രവാചകൻ വരുമ്പോൾ ഒരു വ്യക്തി കാണുവാൻ വരും. എനിക്കറിയാം വ്യക്തിയെ നല്ലപോലെ. 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു. ഞാനൊരു പ്രാവശ്യം ഈ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ ഈ ദൂത് കൊടുക്കുമ്പോൾ എന്തുവാ ദൂത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലതും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇല്ല, അങ്ങനെ കൊടുത്താൽ പിന്നെ അവൻ വരത്തില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ കൊടുത്താൽ അവൻ വരത്തില്ല. പക്ഷെ അങ്ങനെ കൊടുത്താൽ അവൻ ചിലപ്പം ദൈവത്തിൻ്റെ അടുത്തോട്ട് വരും. നമുക്ക് വേണ്ടിയത് നമ്മളെ അടുത്തോട്ട് വരണം. ഏലി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, മകനെ എന്ന് പറഞ്ഞു. അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പ്രഷർ ഈ പുരോഹിതൻ പറഞ്ഞത് കൊണ്ടായിരിക്കും ശമൂവേല് പിന്നെ പറയുന്നത്. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു. ഇന്ന് രാത്രിയിൽ ഇത് പഴയ നിയമത്തിന്റെ കാര്യമാണ്. 1 ശമൂവേലിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ കഥയാണ്. ഒന്നും മറച്ചില്ലെന്നാ വചനം പറയുന്നത്. എല്ലാം പറഞ്ഞു, ഒന്നും മറച്ചില്ല, ഒന്നും ആഡ് ചെയ്തില്ല, ഒന്നും ഡെലീറ്റ് ചെയ്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് ചോദിക്കേണ്ട ചോദ്യം, ഈ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ദൈവസ്വരം ക്ഷാമമായിട്ടുള്ള ഒരു കാലഘട്ടമാണോ നമ്മുടെ ജീവിതത്തിൽ? നമ്മളോട് ദൈവം സംസാരിക്കാറുണ്ടോ? ആ സംസാരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? നമ്മൾ എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കുന്നത്? നമ്മളെക്കുറിച്ചുള്ള വിഷയം, മറ്റുള്ളവരെ കുറിച്ചുള്ള വിഷയം, ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള വിഷയങ്ങൾ ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുകയാണോ ചെയ്യുന്നത്, ദൈവമേ ഇത് വേറെ വല്ലവരോടും പറഞ്ഞോ? എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇവൻ അത് കേൾക്കുമോ എന്ന്. നമ്മൾക്കൊരു പേടിയുണ്ട്. ആ ഭയമുണ്ടോ നമുക്ക്? ഈ രാത്രിയിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. ദൈവമേ, ഇന്ന് നീ സംസാരിച്ചാൽ ഞാനതൊന്ന് കേട്ട് നീ പറയുന്നത് കേൾക്കുവാൻ നീ എന്നെ സഹായിക്കാമോ? എനിക്ക് നീ പറയുന്നത് കേൾക്കണം. നീ പറയുന്നത് അതുപോലെ പറയണം. എനിക്ക് ആഡ് ചെയ്യണ്ട, എനിക്ക് ഡെലീറ്റ് ചെയ്യണ്ട, എൻ്റെ പേര് വേണ്ട, എൻ്റെ പ്രസക്തി വേണ്ട. എന്നെ അവൻ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം.
തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ഈ പാട്ട് എന്തിനാ എടുത്തതെന്നറിയാമോ? ഒന്ന് നോക്കിക്കേ പാട്ടിന്റെ വാക്കുകൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. അടുത്ത ഭാഗം, കുശവൻ കയ്യിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആകൃതിയിലല്ല, നമ്മുടെ ഹിതത്തിലല്ല. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേമസ് പാട്ടായിരുന്നു, കരുതുന്നവൻ ഞാനല്ലയോ. നല്ല പാട്ടാ, ഞാൻ ഒത്തിരി പാടിയിട്ടുള്ള പാട്ടാ. കുറെ നാള് കഴിഞ്ഞ് എന്നോട് ദൈവം സംസാരിച്ചു. എന്നോട് ദൈവം പറഞ്ഞത്, കരുതുന്നവൻ ഞാനല്ലയോ ജനങ്ങൾ പാടുമ്പോൾ നിനക്ക് ഞാനൊരു പുതിയ പാട്ട് തരാം. പണിയുന്നവൻ ഞാനല്ലയോ. പണിയുന്നത് അത്ര ഈസി അല്ല. കരുതുന്ന ദൈവത്തെ നോക്കുന്നവരുണ്ട്, പക്ഷെ പണിയുന്ന ദൈവത്തെ നോക്കുന്നവരുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. പണിയുമ്പോൾ വലിയ പ്രയാസമാ, ശബ്ദമുണ്ട്, കോലാഹലങ്ങളുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, കൊമോഷൻ ഉണ്ട്, ഒരു പക്ഷെ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ മസ്കറ്റിലുണ്ടായിരുന്നപ്പോൾ ഒരു വലിയ റോഡൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റുക, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു. എപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തോ അവർ ചെയ്യുന്നത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ ചെയ്തത് ആ കംപ്ലീറ്റ് റോഡ് അങ്ങോട്ട് മാറ്റി ഹൈവേ ആക്കി, ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. ആകെ അങ്ങോട്ട് ആ ട്രാഫിക് കംപ്ലീറ്റ് അങ്ങോട്ട് മാറി അവിടുത്തെ. പക്ഷെ ആ പോകുന്നതായ സമയത്ത്, ആ കൺസ്ട്രക്ഷന്റെ സമയത്ത്, ആ പണിയുന്ന സമയത്ത് അത്ര ഈസി അല്ലായിരുന്നു. നമുക്ക് എപ്പോഴും ഒരു ബ്ലൂ പ്രിന്റ് വേണം, എന്തുവാ ചെയ്യുന്ന ദൈവമേ. പക്ഷെ നമ്മൾ പറയേണ്ടത്, കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. പക്ഷെ എങ്ങനെയാണെന്നറിയാമത്? നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ദീപമതായി നിൻമൊഴികൾ. Your word is a lamp unto my feet and a light unto my path. ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ സിമ്പിൾ കാര്യമാണ് കൊണ്ടത്. നമുക്കറിയുന്ന ഭാഗമാണ്, പരിചിതമായ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ചോദ്യം, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ, ആ കൂരിരുൾ താഴ്വരയിൽ പോകുമ്പോൾ ഒരു അനർത്ഥവും കണ്ട് ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? എൻ്റെ കൂടെ യഹോവയുണ്ട്, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഇടയനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവമുള്ളപ്പോൾ എനിക്ക് ഒരു അനർത്ഥവും കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. എന്നെ ദൈവം വിടുവിക്കും, എന്നെ ദൈവം പരിപാലിക്കും, എന്നെ ദൈവം പണിയും. ഇത്രയും വർഷം എന്നെ കരുതുന്ന ദൈവത്തിൽ നിന്ന് ഒരു പണിയുന്ന ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ നോക്കുന്നത് എൻ്റെ ജീവിതത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ വളരെയധികം ചോദ്യങ്ങൾ, ഒത്തിരി ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവം ഓർപ്പിക്കുന്നത്, നിന്നെ ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവരെയും പണിയും അറിയത്തില്ല, ജീവിത പര്യന്തം പണിഞ്ഞുകൊണ്ടിരിക്കുക. എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വേണം, ഒരു രൂപാന്തരങ്ങൾ വേണം, ചിന്താഗതിക്കൊരു വ്യത്യാസം വേണം, ജീവിതത്തിൻ്റെ ശൈലികൾക്കൊരു വ്യത്യാസം വേണം. അതിന് ദൈവം നമുക്ക് ദൈവവചനം തന്നിട്ടുണ്ട്. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ഹല്ലേലൂയ.